അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സാഫാത്തി സഫ്ഫാ ഫസ്സാജിറാത്തി സജ്റാ ഫത്താലിയാത്തി ദിക്റാ ഇന്ന ഇലാഹക്കും ലവാഹിദ് റബ്ബുസ്സമാവാതി വൽ അർളി വമാ ബൈനഹുമാ വറബ്ബുൽ മശാരിഖ് ഇന്നാ സയ്യന്ന അസ്സമാഅ അദ്ദുനിയാ ബിസീനത്തിനിൽ കവാകിബ് വഹിഫ്ളൻ മിൻ കുല്ലി ശൈത്വാനിൻ മാരിദ് ലാ യസ്മഊന ഇലൽ മലഇൽ അഅ്ലാ വയുഖ്ദഫൂന മിൻ കുല്ലി ജാനിബ് ദുഹൂറൻ വലഹും അദാബുൻ വാസിബ് ഇല്ലാ മൻ ഖതിഫൽ ഖത്ഫത ഫഅത്ബഅഹു ശിഹാബുൻ സാഖിബ്. കുറേ ആയത്തുകൾ എണ്ണം കൂടുതലുണ്ട്, പക്ഷേ വളരെ ചെറിയ ആയത്തുകളാണ്, അതുകൊണ്ടാണ് എണ്ണം കൂടിയത്. അതിൻ്റെ തുടക്കത്തിൽ കൂടുതലും ഒയ്ബിയായ കാര്യങ്ങളെ പറ്റിയാണ്. മനുഷ്യന് കാണാത്തതും അള്ളാഹുവിൻ്റെ മലക്കൂത്തു സമാവാത്ത് വൽ അർദ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടതുമായ കാര്യങ്ങളാണ് സൂറത്തു സാഫാത്തിൻ്റെ തുടക്കത്തിലുള്ളത്. അതിൽ കൂടി അള്ളാഹുവിൻ്റെ ഉലൂഹിയത്ത്, അള്ളാഹു ഏകനാണ് എന്ന് സ്ഥാപിക്കുകയും പിന്നീട് ചരിത്രത്തിലേക്കൊക്കെ, അമ്പിയാക്കന്മാരുടെ ചരിത്രത്തിലേക്കൊക്കെ സൂറത്ത് വരുന്നുണ്ട്. അതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സാഫാത്തി സഫ്ഫാ. അവിടെ വസ്സാഫാത്തി സ്വാദിനും സദ്ദുണ്ട്, ഫാഇനും സദ്ദുണ്ട്. അതുകൊണ്ട് ഫാ നീട്ടക്ഷരത്തിൻ്റെ ശേഷം സദ് വന്നാൽ അതിനെ മദ് ചെയ്ത് ഓതണം എന്നാണ്. അപ്പോൾ വസ്സാഫാത്തി സഫ്ഫാ എന്ന ഓതുണ്ട്. വലല്ലാലീൻ, ലാമിന് സദ്ദുണ്ടായതുകൊണ്ട് ലാ എന്ന അക്ഷരത്തിൻ്റെ നീട്ടൽ മദ് ചെയ്ത്, അതായത് കുറേ 4 അക്ഷരത്തിൻ്റെയെങ്കിലും ഖദറിൽ നീട്ടണം, 6 അക്ഷരം വരെ നീട്ടാം. അപ്പോൾ വസ്സാഫാത്തി സഫ്ഫാൻ, സഫ് എന്ന് പറയുന്നതും സാഫാത്ത് എന്ന് പറയുന്നതും ഒരേ ധാതുവിൽ നിന്ന് വരുന്നതാണ്. അണിയണിയായി നിൽക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇസ്തവൂ, നിങ്ങൾ സഫ് ശരിയാക്കുക എന്ന് പറയാറുണ്ടല്ലോ. ഇവിടെ മലക്കുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ അണിയണിയായി നിന്നുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്ന ഒരു ഹദീസുണ്ട്. ആ ഹദീസ് അത് ഈ ഒരു വസ്സാഫാത്തിയുടെ ഒരു വ്യാഖ്യാനമാണ്. അതായത് അള്ളാഹുവിൻ്റെ മുമ്പിൽ അണിയണിയായി നിന്നുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നവർ. നമ്മളൊക്കെ നമസ്കാരത്തിൽ സഫായി നിൽക്കുമല്ലോ. അള്ളാഹുവിനെ ആരാധിക്കാൻ ചില പ്രത്യേക ആരാധനാകർമ്മങ്ങളിൽ സൊഫ് നിർബന്ധമാണ്. അതായത് നമസ്കാരത്തിൽ സൊഫ് നിർബന്ധമാണ്. സൊഫ് നിർബന്ധമാണ് എന്ന് മാത്രമല്ല, സൊഫ് അണിചേർന്ന് നിൽക്കലും നിർബന്ധമാണ്. സഫുകൾ ചേർന്ന് കാൽമടമ്പുകൾ ചേർത്തി നേർക്കുനേരെ വളവില്ലാതെ നിന്നിട്ടില്ലെങ്കിൽ ഹദഫുകൾ, ചെറിയ ആട്ടുംകുട്ടികളെപ്പോലെ പിശാചുക്കൾ നിങ്ങളുടെ
മനസ്സിലേക്ക് കയറി വരും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. നബി തന്നെ സ്വഫുകൾ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ നിസ്കാരം ആരംഭിക്കാറുണ്ടായിരുന്നുള്ളൂ. അതുപോലെ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വഫുകളുടെ ഇടയിൽ കൂടി നടന്നു നോക്കാറുണ്ടായിരുന്നു എന്ന് വരെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം. അപ്പോൾ സ്വഫുകൾ നമ്മളും നമസ്കാരത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിർബന്ധമാണ്. അതുപോലെ തന്നെ മലക്കുകളും അള്ളാഹുവിൻ്റെ മുമ്പിൽ സഫായി നിൽക്കുന്നു എന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട്. അലാ തുസഫൂന കമാ തുസഫുൽ മലായിക്കത്തു, മലക്കുകൾ സഫായി നിൽക്കുന്ന പോലെ നിങ്ങളും സഫായി നിൽക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ ആ സഫായി നിൽക്കുന്ന മലക്കുകളെ വെച്ചാണ് സത്യം ചെയ്യുന്നത്. മനുഷ്യർക്ക് അള്ളാഹുവിനെ വിളിച്ചല്ലാതെ സത്യം ചെയ്യാൻ പാടില്ല. മൽ ഹലഫ ബി ഗൈരില്ലാഹി ഫഖദ് അശ്റക, അള്ളാഹു അല്ലാത്ത മറ്റേതെങ്കിലും ഒന്നിനെ കൊണ്ട്, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാവട്ടെ, ഈസാ നബി ആവട്ടെ, അതല്ലെങ്കിൽ മറ്റു പ്രവാചകന്മാരോ മലക്കുകളോ മഹാമനുഷ്യന്മാരോ അല്ലെങ്കിൽ വസ്തുക്കളോ ഒന്നും പിടിച്ച് സത്യം ചെയ്യാൻ പാടില്ല വിശ്വാസികൾക്ക്. അത് ഫഖദ് അശ്റക്കാണ്. മൽ ഹലഫ ബി ഗൈരില്ലാഹി ഫഖദ് അശ്റക, അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെ പിടിച്ച് സത്യം ചെയ്യുകയാണെങ്കിൽ അവൻ ശിർക്ക് ചെയ്തു എന്നാണ് അർത്ഥം. നമ്മുടെ സമൂഹത്തിൽ അള്ളാഹു അല്ലാതെ മുസാഫ് പിടിച്ച് സത്യം ചെയ്യുന്നവരുണ്ട്. മഹാന്മാരായ ഒലിയുകളാണ് എന്നറിയപ്പെട്ട ആളുകളെ വിളിച്ച് സത്യം ചെയ്യാറുണ്ട്. ചില ഖബറുകളിൽ പോയി ജാറങ്ങളിൽ പോയി സത്യം ചെയ്യാറുണ്ട്. ഇതൊന്നും ഇസ്ലാം അനുവദിച്ചതല്ല. എന്നാൽ അത് സൃഷ്ടികളുടെ കാര്യമാണ്. അള്ളാഹുവിന് അതല്ല. അള്ളാഹുവിൻ്റെ സൃഷ്ടികളായിട്ടുള്ള മനുഷ്യരാവട്ടെ ജീവജാലങ്ങളാവട്ടെ മറ്റു ജമാദാത്തുകൾ, അതായത് നിശ്ചല വസ്തുക്കളായ സൃഷ്ടികളാവട്ടെ, അതിനെ പിടിച്ചുകൊണ്ടെല്ലാം അള്ളാഹു സത്യം ചെയ്തത് കാണാം. അത് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ എന്ന നിലക്കാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ പിടിച്ച് സത്യം ചെയ്യുന്നത് ആ സത്യം ചെയ്യപ്പെടുന്ന വസ്തുക്കളിലെ അത്ഭുതങ്ങൾ, അതിൽ മനുഷ്യന് പഠിക്കാനുള്ള ഗുണപാഠങ്ങൾ ബോധിപ്പിക്കാനും ആ ആശയം ശക്തിപ്പെടുത്താനുമാണ്. ഒത്തീൻ ഒസ്സൈത്തൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ, അത്തിവൃക്ഷം, സൈത്തൂൺ വൃക്ഷം, അതിലൊക്കെ മനുഷ്യന്മാർക്ക് ചരിത്രപരമായ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. അത്തിയും സൈത്തൂനും വളരുന്ന മണ്ണിലായിരുന്നു അനേകായിരം പ്രവാചകന്മാർ വന്നതും അവരെ വിശ്വസിച്ചതും, പലരും കുറേ ആളുകൾ വിശ്വസിച്ചതും, അവർ രക്ഷപ്പെട്ടതും, അവരെ അവിശ്വസിച്ചതും, അവർ ശിക്ഷിക്കപ്പെട്ടതുമായ ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷിയായ രണ്ട് വൃക്ഷങ്ങളാണ് അത്തിമരവും സൈത്തൂൺ മരവും ആ പ്രദേശങ്ങളും. വഹാദൽ ബലദിൽ അമീൻ എന്ന് പറയുന്ന ഈ നിർഭയ രാജ്യം എന്ന് പറയുന്നത് മക്കയാണ്. മക്കയും അതുപോലെ തന്നെ അനേകം പ്രവാചകന്മാരുടെ കാൽപ്പാടുകളുള്ള അനേകം ചരിത്ര സംഭവങ്ങളുള്ള ഒരു വലിയ വിശുദ്ധ ഭൂമിയാണ്. പിന്നെ അതുപോലെ വശംസി വളുഹാഹ, സൂര്യൻ, അതിൻ്റെ ആ മധ്യാഹ്ന വെളിച്ചം, അതൊക്കെ അള്ളാഹു സത്യം ചെയ്തതാണ്. വല്ലൈലി, രാത്രി കൊണ്ട് സത്യം ചെയ്തു. വൽ ഫജ്രി, പ്രഭാതം കൊണ്ട് സത്യം ചെയ്തു. നൂൻ വൽ ഖലം, പേന കൊണ്ട് സത്യം ചെയ്തു. ഇതിലൊക്കെ മനുഷ്യർക്ക് ഒരുപാട് ചിന്തിക്കാനും ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനുമുണ്ട്. അത് വെച്ചുകൊണ്ട് ചിന്തിക്കാനും മനുഷ്യർക്ക് അള്ളാഹു പറയുന്ന ആശയങ്ങൾ അവരുടെ മനസ്സിൽ ഉറക്കാനുമാണ് അല്ലാഹ് സത്യം ചെയ്തത്. ഇതും അങ്ങനെ തന്നെയാണ്. വസ്സാഫാത്തി സഫ, അള്ളാഹുവിൻ്റെ മുന്നിൽ അണികളായി നിൽക്കുന്ന മലക്കുകൾ തന്നെയാണ് സത്യം. അങ്ങനെയാണ് മലക്കുകൾ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്നോ മലക്കുകൾ എന്ന സൃഷ്ടിയുടെ ഗുണങ്ങൾ എങ്ങനെയാണെന്നോ അവരുടെ പ്രകൃതം എങ്ങനെയാണെന്നോ ഒന്നും നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ മലക്കുകളെപ്പറ്റി മനുഷ്യ ഉൽപ്പത്തി മുതൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ മലക്കുകളെ, നമുക്ക് അദൃശ്യമായ ആ വസ്തുക്കളെ പിടിച്ചാണ് സത്യം ചെയ്യുന്നത്. മലക്കുകൾ മനുഷ്യരുടെ ജീവിതവുമായി ഒരുപാട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പള്ളിയിലേക്ക് കയറുമ്പോൾ നമ്മൾ ഈ ഇരിക്കുന്ന സദസ്സിൽ മലക്കുകളുടെ സാന്നിധ്യമുണ്ട്. നമ്മളിപ്പോൾ നമസ്കരിച്ചപ്പോൾ നമ്മുടെ കൂടെ മലക്കുകൾ നമസ്കരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂടെ മലക്കുകൾ ഇമാമിൻ്റെയും മഅ്മൂമീങ്ങളുടെയും കൂടെ ഒപ്പം ആമീൻ പറയാറുണ്ടായിരുന്നു. മഅ്മൂമീങ്ങളുടെ കൂടെയല്ല, ഇമാമിൻ്റെ കൂടെ മലക്കുകൾ ആമീൻ പറയും. ആ കൂട്ടത്തിൽ നമ്മളും ആ മലക്കുകളുടെ കൂട്ടത്തിലാകുന്ന വിധത്തിൽ ഇമാമിൻ്റെ കൂടെ ആമീൻ ചൊല്ലിയാൽ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. മലക്കുകൾ നമുക്ക് കാവലുണ്ടായിരിക്കും. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അസില്ല ഔ ഉസല്ല ഔ അളില്ല ഔ ഉളല്ല ഔ അളിലമ ഔ ഉളലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ എന്നിങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതെങ്കിൽ അവൻ മലക്കുകളുടെ കാവലിലായിരിക്കും എന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് വീട്ടുകാർക്കോ അല്ലെങ്കിൽ വീട്ടിലാരുമില്ലെങ്കിൽ നമുക്കെങ്കിലും നമ്മുടെ നഫ്സിനെങ്കിലും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ കാവലുണ്ടാകും എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പഠിക്കാൻ പോകുന്ന, ഇൽമ് തേടി പോകുന്ന ആളുകൾക്ക് അറിവ് എന്തെങ്കിലും പഠിച്ചുണ്ടാക്കണമെന്ന് കരുതി ഒരു പള്ളിയിലേക്കോ അല്ലെങ്കിൽ മതസ്ഥാപനത്തിലേക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ക്ലാസ്സിലേക്കോ പോകുന്ന ആളുകൾക്ക് മലക്കുകൾ അവരുടെ ചിറക് വിരിച്ചു കൊടുക്കും അവരുടെ സംരക്ഷണത്തിന് വേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാനധർമ്മങ്ങൾ കൊടുക്കുന്നവർക്ക് മലക്കുകൾ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മലക്കുകളുടെ മനുഷ്യരുമായിട്ടുള്ള ബന്ധം അള്ളാഹു ഒരുപാട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മലക്കുകൾ എങ്ങനെയാണ് ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. അത് അദൃശ്യമായി തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ആ മലക്കുകളെ വെച്ചാണ് അള്ളാഹു തആല അള്ളാഹുവിൻ്റെ മുന്നിൽ അണികളായി നിൽക്കുന്ന മലക്കുകളെ തന്നെയാണ് സത്യം. പിന്നെ ഫസ്സാജിറാത്തി സജ്റ, സജറ എന്ന് പറഞ്ഞാൽ ആട്ടി അകറ്റി ഓടിച്ചു, അതല്ലെങ്കിൽ തടഞ്ഞു. രണ്ട് അർത്ഥമുണ്ട് സജറ എന്ന വാക്കിന്. തടഞ്ഞു എന്നൊരർത്ഥമുണ്ട്, ഓടിച്ചു എന്നുള്ള അർത്ഥവുമുണ്ട്. ഖുർആൻ വ്യാഖ്യാതാക്കൾ ഈ രണ്ട് അർത്ഥവും ഇതിന് കൽപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, ഓടിച്ച് അതിശക്തമായി ഓടിക്കുന്ന മലക്കുകൾ എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ ആകാശത്ത് ഉരുണ്ടുകൂടിയാൽ ആ മേഘങ്ങളെ അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് മഴ പെയ്യിപ്പിക്കാൻ വേണ്ടി കാറ്റിൽ കൂടി ഓടിച്ചു വിടുന്നത് മലക്കുകളാണ് എന്ന് ഈ ഖുർആൻ വചനത്തെ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതാ പറയുന്നത് അദൃശ്യമാണ്. കാറ്റടിച്ചിട്ട് മേഘം പോകുന്നു എന്ന് നമ്മൾ വ്യാഖ്യാനിക്കും. ശരി, ആ കാറ്റ് എവിടേക്ക് അടിക്കുന്നു, അത് ഏത് ദിശയിലേക്ക് അടിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മളതിനൊരു പക്ഷേ ന്യായങ്ങൾ കണ്ടേക്കാം. തണുത്ത മണ്ഡലങ്ങളിൽ നിന്ന് ചൂടുള്ള മണ്ഡലത്തിലേക്ക് കാറ്റ് വീശും എന്നൊക്കെ നമ്മളതിൻ്റെ ഫിസിക്സ്, ഭൗതികമായ ശാസ്ത്രം കണ്ടെത്തുമെങ്കിലും അതിലെന്തെയും എല്ലാം അപ്പുറത്ത് കാറ്റുകൾ അപ്രതീക്ഷിതമായി പല സ്ഥലത്തേക്കും നീങ്ങിപ്പോവുകയും മേഘങ്ങൾ നമ്മുടെ തലക്ക് മുകളിൽ നിന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടും അത് പെയ്യാതെ മറ്റെവിടെയോ പെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇത് മലക്കുകളുടെ മീകാഈലിന്റെ നേതൃത്വത്തിലുള്ള മലക്കുകൾ മുഖേനയാണ് നടത്തുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് വസ്സാജിറാത്തി സജ്റ, മേഘങ്ങളെ ആട്ടിത്തെളിയിച്ച് കൊണ്ടുപോകുന്ന, അതാണ് സജറ എന്ന് പറഞ്ഞാൽ സജറന്നാക്കത്ത, ഒട്ടകക്കൂട്ടങ്ങളെ ആട്ടിത്തെളിച്ച് കൊണ്ടുപോയി എന്ന്. അപ്പോൾ മേഘങ്ങളെ ആട്ടിത്തെളിയിച്ച് കൊണ്ടുപോകുന്ന മലക്കുകൾ എന്ന ഒരർത്ഥമുണ്ട്. മറ്റൊന്ന് വസ്സാജിറാത്തി സജറ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ തടയുന്നവർ, തിന്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തടയുന്ന മലക്കുകൾ എന്ന അർത്ഥവും വ്യാഖ്യാതാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം രണ്ടിനും മലക്കുകളുടെ ജോലി അതും കൂടി ഉണ്ട് എന്ന് നബി പറഞ്ഞതാണ്. എന്താണ്? ഒരു വിശ്വാസിയായ, ആത്മാർത്ഥതയുള്ള വിശ്വാസിയായ മനുഷ്യനാണെങ്കിൽ അവനെ ഏൽപ്പിക്കപ്പെട്ട മലക്ക് തിന്മകളിൽ നിന്ന് എപ്പോഴും അവനെ തടഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ശരിക്കും വിശ്വാസത്തോടു കൂടി ഇബാദത്തിൽ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നമ്മൾ തിന്മ ചെയ്യുന്നതിൽ നിന്നോ
അല്ലെങ്കിൽ ഔദു ബി കലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്നുള്ള പ്രാർത്ഥന ചൊല്ലിയാൽ അള്ളാഹു നമ്മളെ തിന്മയിൽ നിന്ന് ഉപദ്രവങ്ങളിൽ നിന്ന് തടയും എന്ന് കൽപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ മലക്കുകൾ മുഖേന നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. അപ്പോൾ തെറ്റുകളിൽ നിന്നും തിന്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മനുഷ്യനെ തടയുന്ന മലക്കുകൾ എന്നും അർത്ഥമാവാം. അതല്ല മേഘങ്ങളെ അല്ല മറ്റു പല സ്ഥലങ്ങളിലേക്കും തെളിച്ചു കൊണ്ടുപോകുന്ന മലക്കുകൾ എന്നും ഇതിന് രണ്ടർത്ഥവും വ്യാഖ്യാതാക്കൾ വെച്ചിട്ടുണ്ട്. രണ്ടും നമുക്കിവിടെ സങ്കല്പിക്കാവുന്നതുമാണ്. ഫത്താലിയാത്തി ദിക്റ, തല എന്ന് പറഞ്ഞാൽ തിലാവത്ത് എന്നാണ്. തിലാവത്ത് കാരണം നമുക്കറിയാലോ ഖുർആൻ പാരായണം. ദിക്ർ എന്ന് പറഞ്ഞാൽ ഉത്ബോധനം, അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണ കിട്ടുന്ന വിധത്തിലുള്ള ഉത്ബോധനങ്ങൾ. ഫസ്ഔ ഇലാ ദിക്രില്ല ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി, ജുമുഅ ദിവസം നമസ്കാരത്തിലേക്ക് വേണ്ടി വിളിക്കപ്പെട്ടാൽ ഫസ്ഔ ഇലാ ദിക്രില്ല, അള്ളാഹുവിൻ്റെ ഉത്ബോധനത്തിലേക്ക് നിങ്ങൾ ഓടി വരിക എന്ന് പറഞ്ഞത് ദിക്ർ ഉത്ബോധനമാണ്. അതായത് ഖുത്ബയാണ് അവിടെ ഉദ്ദേശം. എന്നാൽ ഖുർആനിനെ പറ്റി ദിക്ർ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഖുർആൻ മുഴുവനും മനുഷ്യന് ഉത്ബോധനമാണ്. ഇനി നമ്മൾ അള്ളാഹുവിന് വേണ്ടി പ്രകീർത്തനം നടത്തുന്ന ദിക്റുകളും ദുആകളും എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്കാറു സബാഹി വൽ മസാ, രാവിലെയും വൈകുന്നേരവും ചെല്ലുന്ന ദിക്റുകൾ, അതിനും ദിക്ർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ താലിയാത്തി ദിക്റ, ദിക്റുകൾ ഒരുപക്ഷെ മലക്കുകൾ യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവർ പ്രകീർത്തനങ്ങളും ദിക്റുകളും ചൊല്ലുന്നുണ്ട് എന്ന അർത്ഥത്തിലായിരിക്കാം. അതല്ലെങ്കിൽ ഖുർആനാകുന്ന അള്ളാഹുവിൻ്റെ ഈ ഉത്ബോധനം, ഇതിൻ്റെ മുമ്പ് തൗറാത്തും ഇഞ്ചീലും സബൂറുമൊക്കെയാവുന്ന അള്ളാഹുവിൻ്റെ വേദം ആളുകൾക്ക് പ്രവാചകന്മാർക്ക് ഓതിക്കൊടുത്തിരുന്ന മലക്കുകൾ, മലക്ക് മുഖേനയാണ് പ്രവാചകന്മാർക്ക് എല്ലാ കാലഘട്ടത്തിലും അള്ളാഹുവിൻ്റെ ഉത്ബോധനം ഓതിക്കേൾപ്പിച്ചിട്ടുള്ളത്, ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന. അപ്പോൾ അത് അങ്ങനെയുള്ള ദിക്റുകൾ, ഉത്ബോധനങ്ങൾ ഓതിക്കൊടുക്കുന്ന മലക്കുകൾ എന്നുമാവാം. ഏതായിരുന്നാലും മലക്കുകളുടെ 3 വിധത്തിലുള്ള അള്ളാഹു ഏൽപ്പിച്ച ഡ്യൂട്ടികൾ, അവരുടെ ജോലികളെപ്പറ്റിയാണ് അള്ളാഹു സത്യം ചെയ്യുന്നത്. ഇതൊക്കെ അള്ളാഹു അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ഒന്ന്, അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ അടിയാടിയായി നിന്ന് പ്രാർത്ഥിക്കുന്നു. 2, മനുഷ്യർക്ക്, അത് മലക്കുകളുടെ കാര്യവും ആകാശലോകത്തെ മലക്കൂത്തിൻ സമാവാത്തിലെ കാര്യം. രണ്ടാമത്തത്, മനുഷ്യരുമായി ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യമായ വെള്ളവും മഴയും കിട്ടാവുന്ന വിധത്തിൽ കാറ്റിനെ നിയന്ത്രിച്ചുകൊണ്ട്, മീകായിൽ അലി ഇസ്ലാമിൻ്റെ ആ ഒരു ഡ്യൂട്ടിയാണല്ലോ മഴ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മീകായിലിൻ്റെ നേതൃത്വത്തിൽ കാറ്റിനെയും മഴയെയും മേഘങ്ങളെയും പല സ്ഥലങ്ങളിലായി വെല്യസിപ്പിച്ച് തെളിച്ചു കൊണ്ടുപോകുന്ന മലക്കുകൾ, അത് അല്ലാഹു ഏർപ്പെടുത്തിയ ഒന്നാണ്. മറ്റൊന്ന്, പ്രബോധനം നൽകുന്ന അല്ലെങ്കിൽ ദിക്റുകൾ അള്ളാഹുവിന് വേണ്ടി പ്രകീർത്തിക്കുകയും മനുഷ്യർക്ക് ഖുർആനും മറ്റു ദിക്റുകളും പഠിപ്പിച്ച് ഓതിക്കൊടുക്കുകയും ചെയ്യുന്ന മലക്കുകൾ തന്നെയാണ് സത്യം. ഒക്കെ ആകാശലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് പറയുകയാണ്, ഇല്ല ഇലാഹക്കും ലവാഹിദ്, തീർച്ചയായും നിങ്ങളുടെ ഇലാഹ് ഒന്ന് തന്നെയാണ്. അതാണ്, പടച്ചവൻ ഒന്നാണ്. കാരണം ഇതൊക്കെ നിർവഹിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ആ മലക്കൂത്തു സമാവാത്തിൽ നിന്ന് അള്ളാഹു നിശ്ചയിച്ചവരാണ്. ആ അള്ളാഹുവിന് മാത്രമേ നിങ്ങൾ കീഴടങ്ങാവൂ. നിങ്ങളുടെ ഇലാഹ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നവൻ, അതാണ് ഇലാഹ്. അതായത് മാ യുഅ്ബദു, നിങ്ങൾ ആരാധിക്കപ്പെടേണ്ടത് എന്താണോ അത്. ലാ ഇലാഹ, യഥാർത്ഥമായ ആരാധ്യ വസ്തു ഇല്ല, ആരാധ്യനായിട്ടില്ല അള്ളാഹു അല്ലാതെ. അപ്പം തീർച്ചയായും നിങ്ങളുടെ യഥാർത്ഥ ഇലാഹ്, നിങ്ങളുടെ ആരാധ്യൻ, യഥാർത്ഥത്തിലുള്ള ആരാധ്യൻ ലവാഹിദുൻ, ഒന്ന് മാത്രമാണ്. കാരണം ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് അള്ളാഹ് മാത്രമാണ്. ആ നിയന്ത്രിക്കുന്ന അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. റബ്ബുസ്സമാവാത്തി, ആരാണവൻ? റബ്ബുസ്സമാവാത്തി, ആകാശങ്ങളെ സംരക്ഷിക്കുന്നവൻ. റബ്ബ എന്ന് പറഞ്ഞാൽ വളർത്തി സംരക്ഷിച്ചു, നാഥൻ രക്ഷിച്ചു എന്നൊക്കെ. വൽ അർളി, ഭൂമിയെയും
ആകാശങ്ങളെയും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൻ. ഒമാ ബൈനഹുമ, ആകാശഭൂമികൾക്കിടയിലുള്ള മറ്റു വസ്തുക്കളെയും, നമുക്ക് കാണാവുന്ന നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമായ വസ്തുക്കൾ, നമുക്ക് കാണാൻ കഴിയാത്ത മറ്റെന്തൊക്കെയോ ആകാശഭൂമികൾക്കിടയിലുണ്ട്. അതൊക്കെ ഇപ്പം പലരും ഓരോരോ പുതിയ പുതിയ നെബുലകളും നക്ഷത്രങ്ങളും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കാലഘട്ടത്തിലും പുതിയ നക്ഷത്രങ്ങളും നെബുലകളും ഒക്കെ കണ്ടെത്തുന്നുണ്ട് അറിവുള്ള ആളുകൾ. അപ്പം അതൊക്കെ മാ ബൈനഹുമ, ആകാശഭൂമികൾക്കിടയിലുള്ളതിൻ്റെയും സംരക്ഷകനായ അള്ളാഹു. വറബ്ബുൽ മശാരിഖി, മശാരിഖിൻ്റെ ഉദയസ്ഥാനങ്ങളുടെ റബ്ബ്. മശരിഖ് എന്ന് പറഞ്ഞാൽ ഉദയസ്ഥാനം എന്നാണ്, ഉദിക്കുന്ന സ്ഥലം. മഗ്രിബ് അസ്തമിക്കുന്ന സ്ഥലം. ഖുർആനിൽ കാണാം റബ്ബുൽ മശാരിഖി വൽ മഗാരിബ്. ഒരുപാട് ഉദയസ്ഥലങ്ങളുടെയും ഒരുപാട് അസ്തമയ സ്ഥലങ്ങളുടെയും നാഥൻ എന്ന് അതിനെ വിശാലമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട് മുഫസ്സിറുകൾ. ഒന്ന്, നമ്മൾ സൂര്യനെ മാത്രം എടുത്തു നോക്കിയാൽ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും എല്ലാ ദിവസവും ഒരു ദിശയിലാണെങ്കിലും ഒരേ പോയിന്റിലും ഒരേ അക്ഷാംശത്തിലുമല്ല. അതൊക്കെ പല ഭാഗങ്ങളിലായി അത് ആകാശഭൂമിയുടെ കിടപ്പിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരുപാട് മശ്രിഖുകളുണ്ട്, ഒരുപാട് മഗ്രിബുണ്ട്. റബ്ബുൽ മശ്രിഖൈനി വറബ്ബുൽ മഗ്രിബൈൻ, രണ്ട് മശ്രിഖ് രണ്ട് മഗ്രിബ്. അവിടെ വ്യാഖ്യാനിച്ചത് ഒരു കൂട്ടർക്ക് അസ്തമിക്കുമ്പോൾ മറുകൂട്ടർക്ക് ഉദിക്കുന്നു. അപ്പോൾ ഒരു കൂട്ടർക്ക് ഉദിക്കുന്നു, ഒരു കൂട്ടർക്ക് അസ്തമിക്കുന്നു. ഇനി ഒരു കൂട്ടർക്ക്, ആ ഉദിച്ച കൂട്ടർക്ക് അസ്തമിക്കുമ്പോൾ ഇരുട്ടുള്ള കൂട്ടർക്ക് ഉദിക്കുന്നു. അത് ഭൂമിയുടെയും സൂര്യൻ്റെയും ചലനത്തിനനുസരിച്ച്. അപ്പം രണ്ട് ഉദയസ്ഥാനവും രണ്ട് അസ്തമയസ്ഥാനവുമുണ്ട് എന്ന അർത്ഥത്തിലാണ് എന്ന് വ്യാഖ്യാതാക്കൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. മുഫസ്സിറുകൾ നബിയിൽ നിന്ന് കിട്ടിയ ആശയങ്ങളാണ്. മശാരിഖാവുമ്പോൾ ഒരുപാട് ഉദയസ്ഥാനങ്ങൾ, പിന്നെ ഭൂമിയിൽ ഉദിക്കുന്നതും അസ്തമിക്കുന്നതുമായ സൂര്യചന്ദ്ര നക്ഷത്രാദികൾ ഒരുപാടുണ്ട്. ഒരു സൂര്യൻ മാത്രമല്ലല്ലോ, ചന്ദ്രൻ മാത്രമല്ലല്ലോ, മറ്റെത്രയോ നക്ഷത്രങ്ങൾ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവയുടെയൊക്കെ ഉദയസ്ഥാനങ്ങളും അസ്തമയസ്ഥാനങ്ങളും വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ടാണ് റബ്ബുൽ മശാരിഖി വൽ മഗാരിബ് എന്ന് പറയുന്നത്. ഇവിടെ റബ്ബുൽ മശാരിഖ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് ഉദയസ്ഥാനങ്ങളുടെ, ഉദിച്ചാൽ ഏതായാലും അസ്തമിക്കും. അപ്പോൾ അതവിടെ സങ്കല്പമാണ് റബ്ബ്. ആ റബ്ബ് മാത്രമാണ് ഏകനായ റബ്ബ്. അതുകൊണ്ടാണ് ഈ ധിക്കാരികളായ ആളുകൾ, നമ്രൂദിനെ പോലെയുള്ള ആളുകളൊക്കെ ഞാൻ റബ്ബാണ് എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ അല്ലാഹു തആല സൂര്യനെ ഈ കിഴക്കിൽ നിന്ന് ഉദിപ്പിക്കുന്നു, ചന്ദ്രൻ അതിനെ പടിഞ്ഞാറ് അസ്തമിപ്പിക്കുന്നു, നീ ഒന്ന് പടിഞ്ഞാറ് നിന്ന് ഉദിപ്പിക്കുകയും കിഴക്ക് അസ്തമിപ്പിക്കുകയും ചെയ്യണം എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞപ്പോൾ ഫബുഹിത്തല്ലദീ കഫറ, അവൻ ഉത്തരം മുട്ടി എന്നൊക്കെ പറഞ്ഞത്. കാരണം ഒരു മഹാരാജാവിനും ഒരു വലിയ ശക്തനും കഴിവില്ലാത്ത, അവൻ്റെ പരിധിയിൽ പെടാത്തതാണ് ഉദയാസ്തമനങ്ങൾ. അതിനെ നിയന്ത്രിക്കുക. ഇന്ന സ്ഥലത്ത് സൂര്യൻ ഉദിക്കണം, ഇല്ലപ്പോൾ ഉദിക്കണം, അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ ഉദിക്കണം, അല്ലെങ്കിൽ ഇവയുടെ അസ്തമയ സ്ഥാനങ്ങൾക്ക് മാറ്റം വരുത്തണം എന്ന് പറയാൻ ചിലപ്പോൾ 24 മണിക്കൂർ കഴിയുമ്പോൾ ഉദയാസ്തമനങ്ങൾ മാറി മാറി വരുന്നു. ചില നക്ഷത്രങ്ങൾക്ക് ഉദയവും അസ്തമയവും നൂറ്റാണ്ടുകളായിരിക്കും. ചില ഗ്രഹങ്ങൾക്ക് അങ്ങനെയായിരിക്കും, അതിലേറെയും കുറവും ഉണ്ടാകും. ഇതിലൊന്നും മനുഷ്യൻ്റെ പങ്ക്, മനുഷ്യൻ്റെ ആഗ്രഹത്തിനോ താല്പര്യത്തിനോ അവൻ്റെ കഴിവിലോ ഒരു പങ്കുമില്ല. അതുപോലെ ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളതിൻ്റെയും സൃഷ്ടിപ്പിലും അതിൻ്റെ നടത്തിപ്പിലും ഇവർക്കാർക്കും പങ്കില്ല. അത് അള്ളാഹുവിന് മാത്രമാണ്. അതുകൊണ്ട് ആ അള്ളാഹു മാത്രമാണ് ഏകനായ ഇലാഹ് എന്ന് തൗഹീദിനെ മനുഷ്യൻ്റെ കണ്ണിൽ കാണുന്ന പ്രപഞ്ച ദൃഷ്ടാന്തങ്ങൾ ഉപയോഗപ്പെടുത്തി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതും ദുആ ചെയ്യേണ്ടതും നിങ്ങൾ സഹായം തേടേണ്ടതും നിങ്ങൾ കുമ്പിടേണ്ടതും നിങ്ങൾ തവക്കുലാക്കേണ്ടതും ഏകനായ ഇലാഹിന് മാത്രമാണ്.
ഇല്ലാ സയ്യന്ന സമാ അദ്ദുല്യാ ബിസീനത്തിനിൽ കവാകിബ്. അപ്പം ഇത്രയൊക്കെ അള്ളാഹു പറഞ്ഞിട്ടും ആളുകൾ പറയുന്നു സൂര്യൻ ഉദിപ്പിക്കുന്നതും അസ്തമിപ്പിക്കുന്നതും ഇതിലൊക്കെ നോക്കുന്നതൊക്കെ ഏതോ ഓരോ കാലഘട്ടത്തിലുണ്ടാവുന്ന ഓരോ ശൈഖന്മാരും ഓരോ ഔലിയാക്കളുമാണ് എന്ന് ജനങ്ങൾ പറഞ്ഞാൽ എന്താപ്പം നമ്മൾ ചെയ്യുക? അതിനെ തള്ളിക്കളയുക എന്നല്ലാതെ വേറൊരു മാർഗമില്ലല്ലോ. നമ്മൾ തൗഹീദിലേക്ക് വരിക. അള്ളാഹു മാത്രമാണ് ഇതിൻ്റെയൊക്കെ നാഥൻ, ഉടമ, റബ്ബ്. അള്ളാഹു അല്ലാതെ മറ്റാർക്കും ഇതിൽ പങ്കില്ല എന്ന വിശ്വാസത്തിലേക്ക് വരില്ലാതെ ഒരു നിവൃത്തിയില്ലല്ലോ. അമ്പിയാക്കൾ പോലും അവകാശപ്പെടാത്ത അവകാശവാദങ്ങളാണ് ഈ മഹാന്മാർക്കുണ്ട് എന്ന് ആവശ്യപ്പെടുന്നത്, അവരവകാശപ്പെടുന്നത്. പിന്നെ ഇല്ലാ സയ്യന്ന സമാഅ ദുല്യാ ബിസീനത്തിനിൽ കവാകിബ്. ബിസീനത്തിൻ അൽ കവാകിബ് എന്ന സീനത്തിൻ എന്നുള്ള ഇടത്ത് ഒരു ഇരട്ട കസറുണ്ട്. സീനത്തിൻ, ആ ഇരട്ട കസറിന് തൻവീൻ എന്ന് പറയും. തൻവീൻ എന്ന് പറഞ്ഞാൽ നൂനിൻ്റെ ശബ്ദം വരും. സീനത്തൻ, സീനത്തിൻ, സീനത്തുൻ. ആ തൻവീനിൻ്റെ നൂനിൻ്റെ ശബ്ദം അത് മറ്റൊന്നിനോട് ചേർത്ത് ഉപയോഗിക്കുമ്പോൾ അത് വ്യക്തമായി ഓതണം. അതുകൊണ്ടാണ് ഇല്ലാ സയ്യന്ന സമാഅ ദുല്യാ ബിസീനത്തിനിൽ കവാകിബ്. ബിസീനത്തിനിൽ കവാകിബ്. അവിടെ ഒരു നൂന് വൈലുൽ ലികുല്ലി ഹുമസത്തിൻ ലുമസത്തിനില്ലദീ ജമഅ മാലൻ എന്ന് ഓതുന്നത്. അപ്പോൾ നാം സമാഉദ്ദുല്യ, അടുത്ത ആകാശം, ദുല്യാവിൽ നിന്ന് നമ്മൾ കാണുന്ന ഈ അടുത്ത ആകാശം. ധന എന്ന് പറഞ്ഞാൽ അടുത്തു എന്നാ, ദുല്യാവ് എന്ന് പറഞ്ഞാൽ അടുത്തത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ജീവിതം. ആഖിറം എന്ന് പറഞ്ഞാൽ മറ്റേത്, നമ്മളിപ്പോൾ കാണാത്ത ഒരു ലോകം. അപ്പം ഈ ജീവിക്കുന്ന ലോകത്തുള്ള സമാ, അത് നമ്മൾ കാണുന്ന സമാ, ആ സമാഇനെ സയ്യന, ഭംഗി കൂട്ടി, അലങ്കരിച്ചു. അത് സീനത്തിൽ നിന്ന് കിട്ടുന്ന വാക്കാണ്. സയ്യന്ന, തീർച്ചയായും നാമാണ് അലങ്കരിച്ചത്. അസ്സമാ അദ്ദുല്യ, ഈ അടുത്ത ആകാശത്തെ, അതായത് നിങ്ങൾക്കൊക്കെ നോക്കിക്കാണാവുന്ന ആകാശത്തെ. ബിസീനത്തിൽ, അലങ്കാരങ്ങൾ കൊണ്ട്, അതായത് അൽ കവാകിബ്, നക്ഷത്രങ്ങൾ കൊണ്ട്. അള്ളാഹുവിന് ഇലാഹ് വാഹിദാണ് എന്നുള്ളതിൻ്റെ മറ്റൊന്നാണ്. ഈ ആകാശത്തെ അലങ്കരിച്ചത് നക്ഷത്രങ്ങൾ കൊണ്ടാണെന്ന് പറഞ്ഞാൽ അതൊരു ഏത് കാലഘട്ടത്തിലും കവികൾക്കും ഉപമിക്കുന്ന ആളുകൾക്കും എല്ലാം വർണ്ണിച്ച് പറയാനുള്ളതാണ്. നീലാകാശവും അതിൽ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും അതിൻ്റെ ഭംഗിയും അതിൻ്റെ സൗന്ദര്യവുമെല്ലാം. അത് ആര് ചെയ്തു? അത് റബ്ബ്, ഇലാഹാണ്. നിങ്ങൾ ഈ ആരാധിക്കുന്ന ഈ കല്ലുകളോ മരങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ആൾദൈവങ്ങളായി കാണുന്ന ഈ മനുഷ്യരോ ആരുമല്ല. ഇതൊക്കെ നാമാണ് തീർച്ചയായും. സയ്യന്ന സമാഅ ദുല്യ, ഈ അടുത്ത ആകാശത്തെ നാം അലങ്കരിച്ചിരിക്കുന്നു. ബിസീനത്തിനിൽ കവാകിബ്, നക്ഷത്രങ്ങളാകുന്ന അലങ്കാരങ്ങൾ കൊണ്ട്. ആർക്കും കഴിയാത്തതും പഠിച്ചവൻ മാത്രം ചെയ്തതുമാണ്. വഹിഫ്ളൻ, ആ വസ്തുക്കളെ ഹിഫ്ളായിക്കൊണ്ടും സംരക്ഷണമായിക്കൊണ്ടും. മിൻ കുല്ലി ശൈത്താനിൽ മാരിദ്, ധിക്കാരം കാണിക്കുന്ന പിശാച്ചിൽ നിന്നുള്ള സംരക്ഷണമായിക്കൊണ്ടുമാണ് നാം ഈ നക്ഷത്രങ്ങളെ കൊണ്ട് ആകാശത്തെ അലങ്കരിച്ചത്. ഇത് മനുഷ്യൻ്റെ ഒരു വൈബിയായ കാര്യവും ആളുകൾ എല്ലാ കാലത്തും നിഷേധിക്കുന്നതോ സംശയിക്കുന്നതോ ആയ ഒരു കാര്യവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ആ ജില്ലുകളെയും പിശാചുക്കളെയും, ജില്ലുകൾ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കാണാത്ത വസ്തുക്കൾ എന്നുള്ള അർത്ഥത്തിലാണ്. ആ വസ്തുക്കളുടെ കൂട്ടത്തിൽ, ജില്ലുകളുടെ കൂട്ടത്തിൽ നല്ല ജില്ലുകളുമുണ്ട്, ചീത്ത ആളുകളുമുണ്ട്. ആ ചീത്ത വിഭാഗത്തിലാണ് പിശാചുക്കൾ എന്ന് പറയും. ജില്ലുകൾ എന്ന് പറയുമ്പോൾ അത് നല്ലതും ചീത്തയൊക്കെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഖുർആൻ ഓതി കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ആളുകളെ ജില്ലുകളുണ്ട്. അതാണ് സൂറത്തുൽ ജില്ല്.
ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിലുള്ള ആദം നബി അലൈഹി സ്വലാമിന് സുജൂദ് ചെയ്യാതെ മാറി നിന്ന ആ വലിയ ഇബ്ലീസിൻ്റെ സന്തതി പരമ്പരകളായിട്ടുള്ള ഷെയ്ത്താനുകൾ. പരിശുദ്ധ ഖുർആൻ ആ വിഷയത്തിൽ ഹദീസുകളും പഠിപ്പിച്ചതിൻ്റെ ആകത്തുക മനുഷ്യരല്ലാത്ത മറ്റൊരു വിഭാഗം അങ്ങനെയുണ്ട് എന്നാണ് ഒന്നാമത്തേത്. മനുഷ്യരല്ലാത്ത ഒരു വിഭാഗം പിശാചുക്കൾ എന്ന വിഭാഗം, ജില്ല് പിശാചുക്കൾ എന്ന് പറയുന്ന വിഭാഗം ഉണ്ട്. അവർ മനുഷ്യരെ കാണും, എന്നാൽ മനുഷ്യർക്ക് അവരെ കാണാൻ സാധ്യമല്ല. രണ്ട്, ഖുർആൻ പഠിപ്പിച്ചതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. മൂന്നാമത്തേത്, അവരിൽ നിന്നുള്ള ഉപദ്രവം മനുഷ്യർക്ക് എപ്പോഴും ഏറ്റുകൊണ്ടിരിക്കും, എന്നാൽ അവരെ അവരിൽ നിന്നുള്ള ഉപദ്രവത്തിൽ നിന്ന് രക്ഷ തേടാൻ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം. കുൽ അഊദു ബിറബ്ബിൽ ഫലഖി മിൻ ശർരി മാ ഖലഖ്, കുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ്. മറ്റുള്ള മനുഷ്യന്മാരിൽ നിന്ന് ഉപദ്രവം രക്ഷിക്കാമാണെങ്കിൽ 4 തച്ചാൽ മതി അവരെ പോയിട്ട്, അല്ലെങ്കിൽ 4 ആളെ കൂട്ടി അവരെ പിടിച്ച് കെട്ടിയിട്ടാൽ മതി. എന്നാൽ ജില്ലു പിശാചുക്കളിൽ നിന്നുള്ള ഉപദ്രവത്തിന് അള്ളാഹുവിനോട് നമ്മൾ സഹായം തേടേണ്ടതുണ്ട്. ഈ തരത്തിലുള്ള കാര്യങ്ങളാണ് അള്ളാഹു അവരങ്ങനെ ഒരു വിഭാഗങ്ങളുണ്ട് എന്നും ഇല്ലഹു യറൗനഹും ബിൽ ഹൈസ് ഇല്ലഹു യറാക്കും ഹുവ വ ഖബീലുഹു ബിൽ ഹൈസു ലാ തറൗനഹും. നിങ്ങളവരെ കാണുകയില്ല, അവൻ നിങ്ങളെ കാണും, അവൻ്റെ ഖബീൽ എന്ന് പറഞ്ഞാൽ അവൻ്റെ വർഗങ്ങളും നിങ്ങളെ കാണും എന്നൊക്കെ ഖുർആനും നബിയും പഠിപ്പിച്ചിട്ടുണ്ട്. ആ പിശാചുക്കൾ, മനുഷ്യരിൽ പിശാചുക്കളുണ്ട്, ജില്ലുകളില്ല എന്നും ഖുർആനിൽ പഠിപ്പിച്ച് കാണാം. മനുഷ്യരിൽ പിശാചുക്കളുണ്ട്, ജില്ലുകളില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ജില്ലുകൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ വർഗമാണ്. ആ ജില്ലുകളിൽ വൃത്തികേടുകൾ ചെയ്യുമ്പോൾ അവൻ പിശാചാകുന്നു. മനുഷ്യൻ എന്നുള്ളതൊരു വർഗമാണ്, അവർ വൃത്തികേട് ചെയ്യുമ്പോൾ അവരും പിശാചുക്കളാകുന്നു. മിനൽ ജില്ലത്തി വല്ലാസ് ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. മനുഷ്യരെ വസ്വാസിലാക്കി, സംശയത്തിലാക്കി മാറി നിൽക്കുന്നവൻ്റെ ഷെറിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു. മനുഷ്യരുടെ റബ്ബിനോടും, ഇലാഹിന്നാസ് മനുഷ്യരുടെ ഇലാഹിനോടും ആരാധ്യനോടും, മലിക്കിന്നാസ് മനുഷ്യരുടെ രാജാവിനോടും ഒക്കെ ഞാൻ രക്ഷ തേടുന്നു. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. അതാരൊക്കെ? മനുഷ്യരുടെ മനസ്സിൽ, സദറുകളിൽ, ഹൃദയങ്ങളിൽ വിശ്വാസം ഉണ്ടാക്കുന്നവർ. മിനൽ ജില്ലത്തി, ജില്ലുവർഗത്തിൽപ്പെട്ട ആളുകളും ഉല്ലാസ് മനുഷ്യവർഗത്തിൽപ്പെട്ട ആളുകളും, അവരാണ് പിശാചുക്കൾ. അപ്പോൾ 2 കൂട്ടത്തിലും പിശാച്ചുണ്ടാവും. എന്നാ ജില്ലുകൾ ആ വർഗമാണ്, മനുഷ്യർ വേറൊന്നാണ്. ഈ ജില്ലുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവരെ സൃഷ്ടിക്കപ്പെട്ടത് തീ കൊണ്ടാണ്, അതുകൊണ്ട് താപമാണ് അവർക്ക് മനുഷ്യരെ പോലെ അല്ല, അവർക്ക് മനുഷ്യർ കാണാത്ത ഇല്ല ശൈത്താന യജ്രി മജറദ്ദമി മിനൽ ഇൻസാൻ, മനുഷ്യൻ്റെ രക്തം സഞ്ചരിക്കുന്നിടത്തെല്ലാം പിശാചുക്കൾ സഞ്ചരിക്കും. എന്നാൽ മനുഷ്യൻ്റെ രക്തധമനികളിൽ കൂടി വേറൊരു ബോഡി, പുറത്തു നിന്നുള്ള ഭൗതികമായ ഒരു ബോഡി മനുഷ്യൻ്റെ രക്തധമനിൽ കൂടി പോയാൽ ഒന്നുകിൽ അവിടെ ബ്ലോക്കാവും, അല്ലെങ്കിൽ മാരകമായ മുറിവ് പറ്റും, മനുഷ്യൻ്റെ ജീവൻ പോകും. എന്നാൽ പിശാചുക്കൾ രക്തധമനികളിൽ കൂടി രക്തം സഞ്ചരിക്കുന്നിടത്തെല്ലാം സഞ്ചരിക്കും. അതുപോലെ നമ്മൾ കാണാത്തത് അവർ കാണും, നമുക്കില്ലാത്ത ശക്തി അവർക്കുണ്ട്, എന്തൊക്കെയോ ശക്തികൾ അവർക്കുണ്ട് എന്ന് കരുതി അവരെ സ്വാധീനിച്ച് നമുക്ക് ശക്തി ഉണ്ടാക്കാനും അവരെപ്പോലെ നമ്മൾ വലിയ അമാനുഷിക കഴിവുകൾ ഉണ്ടാക്കിയെടുക്കാനൊന്നും ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അതിന് മാർഗവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. അങ്ങനെ ഉണ്ടാകുകയായിരുന്നെങ്കിൽ അത് വേണ്ടിയിരുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കായിരുന്നു. ഖുറൈശികൾ വീട് വളഞ്ഞപ്പോൾ ജില്ലുകളിൽ നബിക്ക് സ്വാധീനമുണ്ടായിരുന്നു എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജില്ല എന്നെ പിഴപ്പിക്കാത്ത വിധം ഞാൻ അവനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നബിയെ ആദരിക്കുന്നവരായിരുന്നു ജില്ലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. നബിയിൽ നിന്ന് ഖുർആൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് യഥേഷ്ടം ഉപയോഗപ്പെടുത്താവുന്ന കഴിവുകളല്ല അല്ലാഹു തആല അവർക്ക് കൊടുത്തത്. അവർക്ക് അവരുടേതായ
ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കഴിവ് കൊണ്ട് അവർ ഉപരിലോകത്തേക്ക് കയറിപ്പോകും. എന്നിട്ട് ഉപരിലോകത്തുള്ള അള്ളാഹു മലക്കുകൾക്ക് കൊടുക്കുന്ന കൽപ്പനകൾ അവർ കേൾക്കാൻ വേണ്ടി ശ്രമിക്കും. ഇതൊക്കെ സഹിയായ ഹദീസിലുള്ളതാണ്, വൈബിയായ കാര്യമാണ്, നമ്മളതിനെ നിഷേധിക്കേണ്ടതില്ല. അല്ല എന്ന് പറയാൻ നമുക്ക് തെളിവില്ലല്ലോ. ഈ ജില്ലുകൾക്ക് താപം ചൂടാണല്ലോ. അപ്പം തീ കൊണ്ട് സൃഷ്ടിച്ച ജില്ലുകൾ ഉപരിലോകത്തേക്ക് കയറിപ്പോകും. അവിടെയുള്ള സംസാരങ്ങൾ, മലക്കുകളൊക്കെ അള്ളാഹു നൽകിയ നിർദ്ദേശങ്ങൾ, മലക്കുകളുടെ മറ്റുള്ള മലക്കുകൾക്ക് അള്ളാഹു മറ്റു മലക്കുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ നിർദ്ദേശങ്ങൾ അവർ കേൾക്കാൻ ശ്രമിക്കും. എന്നാൽ അവർക്ക് യഥാർത്ഥമായതൊന്നും അവർക്ക് കേൾക്കാൻ കഴിയില്ല. എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ആ കേട്ട കാര്യം അവർ അവരുടെ അനുയായികൾക്ക്, ഭൂമിയിലുള്ള അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കുകയും അത് വെച്ച് ജ്യോത്സ്യന്മാരായിട്ടുള്ള അവർ ഇഷ്ടപ്പെടുന്ന മനുഷ്യരുടെ കൂട്ടത്തിലുള്ള ഇവർ സ്വാധീനിച്ചുള്ള ജില്ലുകളും പിശാചുക്കളും സ്വാധീനിച്ച ആളുകൾ അതിൽ 100 കളവുകൾ കൂട്ടിച്ചേർത്ത് അദൃശ്യകാര്യങ്ങളാണെന്ന നിലയ്ക്ക് ജനങ്ങളോട് പറയുന്നു എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ കൂടി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമുക്കതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോകാൻ കഴിയില്ല. അത് നബി പഠിപ്പിച്ചു. അവർ മുകളിലേക്ക് കയറിപ്പോകും, അവർ കേൾക്കാൻ ശ്രമിക്കും, എന്നാൽ അവർ ശരിയായതൊന്നും കേൾക്കുകയില്ല. എന്തെങ്കിലും വല്ലതും കേട്ടാൽ അത് സത്യമാണെന്ന് കരുതി അവർ ഭൂമിയിലേക്ക് വന്ന് അദൃശ്യകാര്യങ്ങളെന്ന് കരുതി ജ്യോത്സ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കും. അത് ജ്യോത്സ്യന്മാരായാൽ 100 കളവുകളും കൂട്ടിയിട്ട് അത് മനുഷ്യന്മാരെ പഠിപ്പിക്കും. അങ്ങനെ മനുഷ്യന്മാരെ ഇവരൊക്കെ വഴിതെറ്റിക്കും. പിശാചിൻ്റെ ശക്തിയുണ്ട്, സേവയുണ്ട് എന്ന് പറയുന്നവർ വഴിതെറ്റിക്കും എന്നൊക്കെയുള്ള ആശയങ്ങൾ ഹദീസുകളിൽ കാണാം. അത്രേ നമുക്കതിൽ മനസ്സിലാക്കാനുള്ളൂ. അതുപോലെ തന്നെ അവരെ അല്ലാഹു തആല എറിഞ്ഞാട്ടും, ആകാശത്തിൽ നിന്ന് തീനാളങ്ങൾ കൊണ്ട് എറിഞ്ഞ് അവരെ അല്ലാഹു തആല താഴോട്ട് തന്നെ ആക്കും എന്നും ഹദീസുകളിലുണ്ട്. ഫഅത്ബഅഹു ശിഹാബുൻ സാഖിബ്, തുളച്ചു കയറുന്ന ശക്തമായ കൊള്ളിമീലുകൾ അവരെ പിൻപറ്റും എന്നുണ്ട്. അപ്പോൾ ഉൽക്കകളാണ് നമ്മൾ ഇന്ന് കൊള്ളിമീൽ എന്ന് പറയുന്നത്. ആകാശത്തിൽ നിന്ന് വരുന്ന വെളിച്ചം, അതിശക്തമായ വെളിച്ചം, അതിൻ്റെ ഫിസിക്കൽ ആകാശത്ത് ഉയറി നടക്കുന്ന കല്ലുകളും മറ്റു ലോഹങ്ങളുടെ കഷ്ണങ്ങളും അത് ഭൂമിയിലേക്ക് ഗുരുത്വാകർഷണം കൊണ്ട് വീഴുമ്പോൾ ആ ശക്തി കൊണ്ട് തീ കത്തുകയാണ് എന്നൊക്കെ നമ്മൾ പറയുന്നു. അള്ളാഹു ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല തീനാളങ്ങൾ കൊണ്ട് പിശാചുക്കളെ എറിഞ്ഞാട്ടും എന്ന് അള്ളാഹു തആല ഖുർആനിലെ 6 സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ഹദീസുകളിലുമുണ്ട്. അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ ഫിസിക്സ് എന്താണ്, അതിൻ്റെ ന്യായം എന്താണ് എന്ന് അന്വേഷിക്കുകയും വേണ്ട. അത് എൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുകയും ചെയ്യണില്ല. ബുദ്ധിക്ക് ഉൾക്കൊള്ളിട്ടില്ലെങ്കിൽ നമുക്കെന്തേ ഉള്ളൂ, അള്ളാഹു ആയാലും എന്ന് പറയാനേ പറ്റുള്ളൂ. നമ്മളെ ബുദ്ധി കൊണ്ട് കഴിയില്ല, അള്ളാഹു ആയാലും അള്ളാഹ്ക്കറിയാം. സുലൈമാൻ നബി അലൈഹി സ്വലാമിന് അള്ളാഹു തആല പിശാചുക്കളെ കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്ന് ഖുർആനിൽ വ്യക്തമാണ്. അപ്പം ആഫ്റ്റർ റെവലേഷൻ ഓഫ് ഖുർആൻ, യെസ്, മുമ്പ് നേരത്തെ അദ്ദേഹം ചോദിച്ചത് പിന്നെ ഖുർആനിൻ്റെ റിവീൽ, അതിൻ്റെ വഹയിൻ്റെ മുമ്പും ശേഷവും പിശാചുക്കളുടെ ആ സ്വാധീനം എങ്ങനെയായിരുന്നു. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖുർആൻ അവതരിച്ചതോടുകൂടി ഈ പിശാചുക്കൾ മുകളിലേക്ക് കയറി ചെന്ന് ഈ മനുഷ്യരെ പിഴപ്പിക്കുന്ന ആ ഒരു രീതി, ആ ഒരു സമ്പ്രദായം അല്ലാഹു തആല സ്റ്റോപ്പ് ചെയ്തു. അത് പിന്നെ പിശാചുക്കൾക്ക് ഇനി കയറി പോകാൻ പറ്റൂല എന്ന് ഖുർആൻ അവതരിച്ചതോടുകൂടി. അതാണ്. നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നു. പിശാചുക്കൾ ഈ ജ്യോത്സ്യന്മാർക്ക് ഇട്ടുകൊടുത്തിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
അള്ളാഹു അവതരിപ്പിച്ചതോടുകൂടി, ഖുർആൻ അവതരിപ്പിച്ചതോടുകൂടി എന്താണ് ആകാശലോകത്തുള്ള വിവരങ്ങളൊന്നും കിട്ടാതിരിക്കുന്നത് എന്ന് പിശാചുക്കൾ ഈ ജില്ലുകൾ കൂടിയിരുന്ന് ചർച്ച ചെയ്തിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ കാണാം. അപ്പോൾ അതൊക്കെ തന്നെ നമുക്കൊരു എന്താ പറയുക, നമ്മൾ ആ ഹദീസുകളിൽ നിന്ന് കിട്ടിയതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ യുക്തി കണ്ടെത്താതിരിക്കലാണ് നല്ലത്. എന്നാൽ ഇതൊന്നും മനസ്സിലാകാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇതൊന്നും എൻ്റെ ബുദ്ധിക്ക് യോജിക്കാത്തത് കൊണ്ട് അങ്ങനെ ഒരു പിശാച്ചില്ല, ജില്ലില്ല, അതൊക്കെ കാടന്മാരാണ്, അതൊക്കെ പിന്നെ അപരിഷ്കൃതരായ മനുഷ്യരാണ് എന്ന് പറയുന്നവരും പറ്റ നിഷേധിക്കുന്നവരും ഉണ്ട്. നമ്മളങ്ങനെ പറ്റ നിഷേധിക്കാനോ അപരിഷ്കൃതരായ മനുഷ്യരാണ് എന്ന് പറയാനോ നമ്മളില്ല. കാരണം യാ മായിസറൽ ജില്ലി വൽ ഇൻസി എന്ന് അള്ളാഹു തആല ജില്ലിനെയും ഇൻസിനെയും വേറിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. മിനൽ ജില്ലത്തി വല്ലാസ്. അപ്പം മനുഷ്യരല്ല, മനുഷ്യരുടെ വർഗത്തിൽപ്പെട്ട മറ്റൊരു ജീവികളല്ല എന്നത് ഒരു കാര്യം. പിന്നെ അവരുടെ കഴിവുകളില്ല, അവർക്ക് അങ്ങനെ ഒരു കഴിവില്ല എന്ന് പറഞ്ഞാൽ ഇല്ല ശൈത്താന യൽസഖു ബൈനക്കും, പിശാച് നിങ്ങൾക്കിടയിൽ ദുർബോധനങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ശപിച്ച് ആട്ടപ്പെട്ട പിശാച്ചിൽ നിന്ന് രക്ഷ തേടുന്നു എന്ന് ചെല്ലാതെ ഖുർആൻ ഓരിത്തുടങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിശാചുക്കൾക്ക് മനുഷ്യരിൽ വസ്വാസം ഉണ്ടാക്കാനും തെറ്റിലേക്ക് വഴിതെളിയിക്കാനും ഒക്കെ പ്രേരിപ്പിക്കാനും ഒക്കെയുള്ള കഴിവ് പിശാചുക്കൾ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നൽകുകയും ആ വഹിയിൽ മനുഷ്യന്മാരുടെ മനസ്സിൽ ഓരോരോ ദുർബോധനങ്ങൾ പിശാച്ചിട്ട് കൊടുക്കും. ആ ദുർബോധനങ്ങളെ അല്ലാഹു തആല നസ്ഖ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് അല്ലാഹു തആല ആ ദുർബോധനങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കൃത്യമായി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. അവനർത്ഥമാണ്. അതിലെ പിന്നെ ചില വ്യാഖ്യാതാക്കൾ അതിനെ വ്യാഖ്യാനിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ വമനാത്ത സാലിസത്തുൽ ഉഖ്റ അലക്കുമുസ് ദക്കറു വലഹുൽ ഉൻസ തിൽക്കൽ ഖുറാനീകുൽ ഉല വഇന്ന ശഫാഅത്തഹുന്ന ലതുർതജ എന്ന് നബി ഓതി പിശാച്ച് നബിയുടെ നാവിൽ കൂടി ആ ബിംബങ്ങളെപ്പറ്റിയുള്ള പ്രകീർത്തനങ്ങൾ നബിയുടെ നാവിൽ കൂടി പിശാച്ച് ഇട്ടുകൊടുത്തു എന്ന ഒരു വ്യാഖ്യാനം ചില തഫ്സീറുകളിലൊക്കെയുണ്ട്. പക്ഷേ അധിക മുഫസ്സിറുകളും ആ വ്യാഖ്യാനം വ്യാജമാണ്, അതിനൊരു പ്രാമാണികത ഇല്ല എന്നാണ് പറഞ്ഞത്. നബിമാരുടെ നാവിൽ കൂടി ഒരിക്കലും പിശാച്ചിൻ്റെ ഉമായത്തിഖാനിൽ ഹവ എന്ന് പറഞ്ഞല്ലോ, പിശാച്ചിൻ്റെ വാക്കുകളോ പിശാച്ചിൻ്റെ ദുർബോധനങ്ങളോ നബിയുടെ വാക്കിൽ കൂടി വരൂല. എന്നാൽ മനുഷ്യന്മാരുടെ വാക്കുകളിൽ കൂടി അതൊക്കെ വരാം. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞത്. എന്നാൽ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ നബിയുടെ മുമ്പുള്ള അവസ്ഥയും ശേഷമുള്ള അവസ്ഥയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഏത് ആ ആ അതായത് വഅല്ലാ കുന്ന നഖൂദു മഖായിദ ലിസ് ശിഹാബർ റസദ, പണ്ട് ഞങ്ങളത് കേൾക്കാറുണ്ടായിരുന്നു. മഖായിദ് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചെന്ന് ഇരിക്കാവുന്ന സ്ഥലമുണ്ടായിരുന്നു, എന്നിട്ട് കേട്ടിരുന്നു. ഇപ്പോൾ ഞങ്ങളെ അതിൽ നിന്ന് അടിച്ച് ഓടിക്കുന്നുണ്ട് എന്ന് അവർ പറഞ്ഞതായിട്ട്, അവർ കൂടിയിരുന്ന് പറഞ്ഞതായിട്ട്, അങ്ങനെ എന്തുകൊണ്ടാണെന്നുള്ളത് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. അങ്ങനെ നബി ഒരു യാത്രയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ നബി ഖുർആൻ ഓരുന്നത് കേട്ടു. അപ്പോൾ ഒരു ഓടിക്കൂടി, ഇതെല്ലാം കാരണം, ഒരു പുതിയ വേദം ഇറങ്ങിയിട്ടുണ്ട്, ആ വേദം ഇറങ്ങിയതോടുകൂടി ഞങ്ങൾ ആട്ടി ഓടിക്കപ്പെടുന്നു മലഉൽ അഅ്ല, മുകളിൽ നിന്ന് എന്ന് അവർ മനസ്സിലാക്കി എന്നൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഹദീസിൻ്റെ സംഭവമാണ്. ആ ഹദീസിനെ നമ്മൾ ആ ഹദീസിൽ നബി പഠിപ്പിച്ചതിൻ്റെ അപ്പുറത്ത്
എങ്ങനെയാണ് അവർ ആകാശലോകത്ത് ഒരാൾ മറ്റൊരാളുടെ മുകളിൽ അങ്ങനെ മുകളിൽ കയറിപ്പോയിരുന്നു എന്നൊക്കെ ഹദീസിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പം ചില കാര്യങ്ങൾ വൈബിയായ കാര്യങ്ങൾ വൈബിയായി തന്നെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതല്ലാതെ അതിൻ്റെ ഭൗതികമായൊരു ന്യായം കണ്ടെത്തിക്കൂടാ. നമുക്ക് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അല്ലാഹുമ്മ അഅ്തി മുംഫിക്കൽ ഖലഫ. നല്ല പിശാചുക്കൾ ഉണ്ടാവില്ല, നല്ല ജില്ലുകൾ. അതെ, നമ്മൾ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ലാഹുമ്മ അഅ്തി മുംഫിക്കൽ ഖലഫ വഅഅ്തി മുംസിക്കൽ തലഫ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. നമ്മളുടെ കൂടെ അവർ ആമീൻ പറയും. വലല്ലാഹി എന്ന് പറയുമ്പോൾ ഞങ്ങൾ സിറാത്തുൽ മുസ്തഖീമിലേക്ക് മലക്കുകൾ നിങ്ങൾ പറഞ്ഞത് നല്ല ജില്ലുകൾ മനുഷ്യന്മാർക്ക് സഹായിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പിശാചുക്കൾ നമ്മളെ ഉപദ്രവിക്കും. എന്നാൽ ജില്ലുകൾ എന്ന് പറഞ്ഞാൽ അവർ ഇബാദത്തിലും അവർക്ക് അല്ലാഹു തആല തക്ലീഫ് നൽകി അവർക്ക് കൽപ്പനകളും നിരോധനങ്ങളും ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ്. അവർ മനുഷ്യരെ സഹായിക്കാനോ സഹായിക്കാതിരിക്കാനോ അല്ല ജില്ലുകളെ അല്ലാഹു സൃഷ്ടിച്ചത്. എന്നാൽ തോന്നിവാസികളായ ജില്ലുകൾ മനുഷ്യരെ പിഴപ്പിക്കും എന്ന് ഖുർആനിൽ വ്യക്തമാണ്. മറ്റുള്ളത് എത്രത്തോളം മനുഷ്യനെ സഹായിക്കുമെന്ന് നമുക്ക് കൃത്യമായി വിവരം കിട്ടിയിട്ടില്ല എന്നേ ഉള്ളൂ. മലക്കുകൾ മനുഷ്യരെ ധാരാളമായിട്ട് സഹായിക്കുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ അവർ മലക്കുകൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായിട്ടും നമ്മൾ കാണുന്നില്ല. നമുക്ക് കാണാത്ത ഭാഗത്തിൽ നിന്നുള്ള സഹായം കിട്ടൂല എന്നൊന്നും നമ്മൾ പറയാൻ പാടില്ല. നമ്മൾ കാണുന്നില്ലല്ലോ മലക്കുകൾ. പിന്നെ ജിന്നുകളെ വിളിച്ച് തേടാമോ എന്നുള്ള കാര്യത്തിലാണ്. ജിന്നുകളെ വിളിച്ച് തേടണമെന്നോ തേടിക്കോളി എന്നോ എവിടെയും ഇല്ല, എവിടെയും അള്ളാഹുവിൻ്റെ റസൂൽ കൽപ്പിച്ചിട്ടില്ല. എന്നാൽ ജിന്നുകളെ വിളിച്ച് തേടി എന്ന് പറയുന്ന ചില ഹദീസുകളുണ്ട്. ഞങ്ങൾ ആരെങ്കിലും സഹായിക്കണമേ എന്ന് പറഞ്ഞിട്ട് അത് ജിന്നുകളെ സഹായിക്കണേ എന്നല്ല, അള്ളാഹുവിൻ്റെ ഇബാദുകളെ സഹായിക്കണേ എന്ന് തേടിയവരുണ്ട്. അത് ഇബാദുകൾ യാ ഇബാദല്ലാ അഈനൂനി, അത് ജിന്നുകളുമാകാം മലക്കുകളുമാകാം മനുഷ്യരുമാകാം. അവരിൽ നിന്നുള്ള ഭൗതികമോ അഭൗതികമോ ആയ സഹായം. അഭൗതികമായ സഹായം എന്ന് പറയുന്നത് ജിന്നുകൾ അഭൗതിക ശക്തികളല്ല. അതാണ് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്. അത് നമ്മൾ കാണുന്നില്ല എന്നതുകൊണ്ട് അതൊരു അഭൗതിക ശക്തികൾ എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. മഖ്ലൂക്കുകളാണല്ലോ, മഖ്ലൂക്കുകളാണ്. പക്ഷേ അവർ നമ്മൾ കാണുന്നില്ല എന്ന് കരുതി അവരോട് നമുക്ക് സഹായം ചോദിക്കാമോ? എവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് സഹായം ചോദിക്കാൻ പറഞ്ഞിട്ടില്ല. പിന്നെ അങ്ങനെ തോന്നിപ്പിക്കുന്ന, സഹായം ചോദിച്ചു എന്നോ അവരെ വിളിച്ചു എന്ന് തോന്നിപ്പിക്കുന്ന ചില സംഭവങ്ങൾ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹിയിൽ നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്നും പ്രാമാണികമായി തെളിയിക്കപ്പെട്ടതും അല്ല. ഹദീസിന് ദൗർബല്യമുണ്ട്, പ്രാമാണികമായി തെളിയിക്കപ്പെട്ടതല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജിന്ന് പിശാചുക്കളിൽ നിന്ന്, അവരുടെ ഉപദ്രവത്തിൽ നിന്ന്, പിശാചുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ തേടുക ഒന്ന്. രണ്ട്, അങ്ങനൊരു വിഭാഗമുണ്ട്, അവർ അള്ളാഹുവിനെ പോലെയുള്ള അഭൗതിക വസ്തുക്കളല്ല. അഭൗതികമായി നമ്മളെ ഇപ്പം മലക്കുകൾ അഭൗതിക വസ്തുക്കൾ നമുക്ക് പറയാൻ പറ്റൂല്ലോ, അവർ മഖ്ലൂക്കുകളാണല്ലോ. അവർ അഭൗതിക, ഒരു പക്ഷേ നമ്മൾ കാണുന്നില്ല എന്ന അർത്ഥത്തിൽ നമുക്ക് അഭൗതികം പറയാം എങ്കിലും മലക്കുകളുടെ സഹായം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അഭൗതികമായി നമുക്ക് അള്ളാഹു അല്ലാത്തവരിൽ നിന്നും സഹായം കിട്ടുന്നുണ്ട് നമുക്ക് വിശ്വസിക്കാൻ പാടില്ലല്ലോ. അത് പടച്ചവനിൽ നിന്ന് മാത്രമല്ലേ ഉള്ളൂ, അഭൗതിക ശക്തി അള്ളാഹു മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ കാണാത്ത രൂപത്തിൽ മലക്കുകളിൽ നിന്ന് സഹായം കിട്ടുന്നതായി നബി നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് നമ്മൾ എന്ന് കരുതി മലക്കിനോട് നമുക്ക് സഹായം ചോദിക്കാൻ പാടില്ലല്ലോ. അതുപോലെ ജിന്നുകളോട് നമുക്ക് സഹായം ചോദിക്കാൻ പാടില്ല. അവർക്കൊരു പക്ഷേ നമ്മളെ സഹായിക്കാനോ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാതിരിക്കാനോ നമ്മളറിയാത്ത മാർഗത്തിൽ കൂടി എന്തെങ്കിലും ചെയ്യാനോ കഴിഞ്ഞേക്കും. ഏതേതെങ്കിലും കഴിയുന്ന ഉറപ്പാണല്ലോ. പിശാച്ച് നമ്മളെ വഴിതെറ്റിക്കുന്നുണ്ടല്ലോ സഹായിക്കണില്ലെങ്കിലും. അതിനപ്പുറത്ത് തോന്നി ഇത്രേ നമുക്ക് അതിലുള്ളൂ. പിശാച്ചുക്കളിൽ നിന്ന് നമ്മൾ രക്ഷ തേടണം, അവർ നമ്മളെ ഉപദ്രവിക്കും. മലക്കുകളിലൂടെ സഹായം നമുക്ക് ലഭിക്കും, എന്നാൽ അവരോട് നമുക്ക് പ്രാർത്ഥിക്കാൻ പാടില്ല.
എന്നാൽ ആ സഹായം കിട്ടുന്ന തരത്തിലുള്ള ഇബാദത്തുകൾ അല്ലെങ്കിൽ നിഷ്ഠകൾ നമ്മുടെ ജീവിതത്തിൽ, പ്രാർത്ഥനകൾ, ദിക്റുകൾ, ദാനധർമ്മങ്ങൾ, ഇതൊക്കെ നമ്മൾ ചെയ്യണം. ജില്ലുകൾ മറ്റൊരു വർഗമാണ്. അവർ അവരുടെ മുക്കല്ലഫുകളാണ്, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അവരുമായി നമുക്കെന്തെങ്കിലും നേടാനോ അവരെ കൂട്ടി എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യാനോ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടില്ല. അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ മനുഷ്യർ പറഞ്ഞുണ്ടാക്കുന്ന ഒരു തരം ഊഹങ്ങൾ മാത്രമാണ്. അപ്പോൾ നമ്മൾ ഈ ആയത്താണ് പൂർത്തിയാക്കുക. വഹിഫുളം മിൻ കുല്ലി ശൈത്താനിൻ മാരിദ്. മാരിദ് എന്ന് പറയണമെങ്കിൽ ധിക്കാരം കാണിക്കുന്ന പിശാചിൽ നിന്നുള്ള സംരക്ഷണമായി കൊണ്ടും നാം ആ കവാക്കിബുകളെ അലങ്കരിച്ചു. അപ്പം നക്ഷത്രങ്ങളുടെ ആ തീക്കിരണങ്ങൾ, പ്രകാശകിരണങ്ങൾ കൊണ്ട് അല്ലാഹു തആല പിശാചുക്കളെ ആട്ടിയോടിക്കും എന്ന് ഖുർആനിലും മറ്റു സ്ഥലത്തുണ്ടതാ. ലാ യസ്സമഊന, അവർ കേൾക്കുകയില്ല, ശ്രദ്ധിച്ച് കേൾക്കുകയില്ല. ഇലൽ മലയിൽ അയല, അത്യുന്നതമായ ലോകത്തേക്ക്. മലഉൽ അയല എന്ന് പറഞ്ഞാൽ ഉപരിലോകം, അതായത് ആകാശലോകത്ത് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അവർ ശ്രദ്ധിച്ച് കേൾക്കുകയില്ല. വയുഖ്ദഫൂന, അവർ എറിയപ്പെടുകയും ചെയ്യും. മിൻ കുല്ലി ജാനിബ്, എല്ലാ ഭാഗത്തിൽ നിന്നുകൂടി അവർ എറിയപ്പെടും. ദുഹൂറൻ, ആട്ടി ഓടിച്ചുകൊണ്ട്. വലഹും അദാബുൽ വാസിബ്, അവർക്ക് നിരന്തരമായ ശിക്ഷയുണ്ടായിരിക്കും. പിശാചുക്കളെ പറ്റിയാണ് പറയുന്നത്. ഇല്ലാ മൽ ഖത്തിഫ, അൽ ഖത്തിഫ, എന്തെങ്കിലും ചിലത് അവൻ റാഞ്ചിയെടുത്താലല്ലാതെ. ഖത്തിഫ എന്ന് പറഞ്ഞാൽ റാഞ്ചിയെടുത്തു എന്ന്. അപ്പോൾ ആകാശലോകത്തിൽ നിന്ന് കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ടൊന്നും അവർക്ക് യാഥാർത്ഥ്യങ്ങൾ കിട്ടൂല. ഉപരിലോകത്തെ വാർത്തകൾ അവർക്ക് കിട്ടില്ല. എന്തെങ്കിലും അവർ റാഞ്ചിയെടുത്തു എന്ന് പറഞ്ഞാൽ കേട്ടത് പാതി കേൾക്കാത്തത് പാതി, എന്തെങ്കിലും അവർ റാഞ്ചിയെടുത്തത് കൊണ്ടല്ലാതെ. അങ്ങനെ റാഞ്ചിയെടുക്കുമ്പോൾ ഫഅത്ബഅഹു ശിഹാബുൻ സാഖിബ്, തുളച്ചു കയറുന്ന തീജ്വാലകൾ അവനെ പിന്നിൽ കൂടുകയും ചെയ്യും. ഇതാണ് ഈ സൂറത്തു സാഫാത്തിലെ ഒരു പ്രധാനപ്പെട്ട അദൃശ്യലോകത്തുള്ള മലക്കൂത്തു സ്വഭാവത്തിനെ പറ്റിയുള്ള മനുഷ്യൻ്റെ ലാഹിറായ ബാഹ്യ ബുദ്ധി കൊണ്ട് ന്യായപ്രകാരം ചിന്തിച്ചാൽ ഗറാഹ്യമാവാത്ത, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും ഖുർആനിൻ്റെ മറ്റു വചനങ്ങളും അത് അപ്രകാരം വിശ്വസിക്കുന്ന ആളുകൾക്ക് തൃപ്തി വരുന്ന തരത്തിലുള്ള ചില പ്രയോഗങ്ങൾ അതാണ്. എന്താണ് ഉൽക്കകൾ കൊണ്ട് എറിയുന്നു, അതുപോലെ ശിഹാബ് കൊണ്ട്, കൊള്ളിമീനുകൾ കൊണ്ട് എറിയുന്നു, പിശാച്ചുകൾ കേൾക്കുന്നു, എന്തെങ്കിലും അവർക്ക് കിട്ടിയാൽ അത് താഴേക്ക് വന്ന് കൊണ്ടുപോയി കൊടുക്കുന്നു എന്നതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം എന്താണെന്ന് അല്ലാഹു അഅലം എന്നേ പറയാൻ പറ്റുള്ളൂ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.